ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ട്രെയിനിൽ കള്ളവണ്ടി കയറിയിട്ട് പിടിക്കപ്പെടുകയും 2 ദിവസത്തിൽ കൂടുതൽ പട്ടിണി കിടക്കുകയൊക്കെ ചെയ്ത കഥയുണ്ട്. അത് ഞങ്ങളെപ്പോലെ യൂട്യൂബിലാണ് കണ്ടത്. അപ്പോൾ ഈ കഥയും പറഞ്ഞിട്ടില്ല. എല്ലാ കാര്യങ്ങളും സത്യം പറഞ്ഞാൽ ഞാൻ ചാനൽ ത്രൂ ആണ് കുറേയൊക്കെ അറിയണത്. യഥാർത്ഥത്തിലുള്ള രവിയേട്ടൻ ആരാണെന്നുള്ളത് മനസ്സിലാക്കുന്നത് ഞാൻ വന്ന ഒരു സൈലന്റ് സ്പെക്ടേറ്റർ ആണ്, സൈലന്റ് ആണ്. എന്തെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി പറയും, അത്രേ ഉള്ളൂ. പക്ഷെ ഞങ്ങളോടൊക്കെ ഈ കഥ പറയുന്നതിൽ പട്ടാള കഥ പോലെ തന്നെ പറയാറുണ്ടല്ലോ. നമ്മൾ സോ കോൾഡ് പട്ടാള കഥ പറയുമ്പോൾ നീളത്തിൽ തന്നെ പറയാം. ഒരാഴ്ച മുന്നേ ഇതിപ്പോ എനിക്ക് ന്യൂസ് മറ്റേ ഒരാൾ വിളിച്ചു തന്നെ. അപ്പം സാജൻ സെക്രട്ടറിയുടെ ജിമ്മി ജോർജ് എന്ന് പറയുന്നൊരു വ്യക്തി, അത് എന്നെ വിളിക്കുന്നു, നമ്പറൊക്കെ എടുത്തിട്ട് വിളിച്ചിട്ട് ഞാൻ സാജൻ സെക്രട്ടറിയുടെ ഒരു ഇൻ്റർവ്യൂ കാണുമായിരുന്നു. ഞാൻ അത് 2-3 വർഷം പിന്നെ കൊടുത്തിട്ടില്ലാണെന്ന്. അതിലൊരു കുട്ടമാമയെ കുറിച്ച് പറയുന്നില്ല, മേനോൻ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ആ മേനോൻ റെസ്റ്റോറൻറ്റിൽ ചാപ്പാട് കഴിക്കുമായിരുന്നു 3-4 വർഷം. ഞാൻ അദ്ദേഹമായിട്ട് നല്ല ബന്ധമാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കരീംലാലായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, പിന്നെ ഞങ്ങൾ സംസാരിച്ച് പറഞ്ഞു. ഞാനത് കേട്ടപ്പം മേജറിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ചു. സോ ഈ കഥകൾ എവിടെയെങ്കിലും പറയുമ്പോൾ അതിനെ കണക്ട് ചെയ്യുന്ന ആൾക്കാർ പിന്നീട് വിളിക്കുക. അത് എത്ര കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ 2 ആഴ്ച മുന്നെയാണ് മൂപ്പരതിക്ക് കേൾക്കുന്നത്. അതെന്നോ നമ്മൾ കൊടുത്ത ഇൻ്റർവ്യൂ. സോ ചിലപ്പോൾ ഞാൻ മരിച്ചു പോയതിന് ശേഷം ചിലർ എന്നെ വിളിക്കാൻ ശ്രമിക്കുന്നത്. അല്ല, അങ്ങനെ ഒരു കാര്യം പറഞ്ഞു, അമ്മമാനെ നമ്മുടെ വടിയായിരിക്കുന്നത്. ശരിക്കും അന്ന് വന്ന് ചോദിക്കും, മറ്റേ ആ കരീംലാൽ സ്മഗ്ലേഴ്സുമായിട്ടൊക്കെ മേജറിനെ അവരെയൊക്കെ അറിയായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു, അതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടോ? സ്മഗ്ലേഴ്സിനെയൊക്കെ അറിയാമായിരുന്നു എന്നുള്ളത് മാമിന് അറിയാവോ? അവിടെ ബോംബെ വിറപ്പിക്കുന്ന ആൾക്കാരൊക്കെ ആ ഹോട്ടലിൽ വന്നു പോകുമായിരുന്നു എന്നുള്ളത് അത് അന്ന് മോനെ നമുക്ക് അറിയില്ലല്ലോ ഈ വ്യക്തി. പക്ഷേ ഇവിടെയാണ് നമ്മൾ പറയുന്നത് ഈ പേര്, ഈ ഗുണ്ടാസൊക്കെ എന്താ പറയുന്നത്, ആൾക്കാരെ പേടിപ്പിച്ച് നിർത്തുന്നത് ആ പേരിലാണ്. അതെ അതെ. അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അവരുടെ എന്തിന്. ഇവിടുത്തെ വലിയൊരു ഗുണ്ടേനെ എൻ്റെ അസിസ്റ്റൻ്റുമാർ കയറിയിട്ട് ഒരു ബാറിലിട്ട് അടിച്ചു കഴിഞ്ഞിട്ട് അവനങ്ങ് പോയപ്പോഴാണ് ഈ ബാറുകാർ നിങ്ങൾ പെട്ടെന്ന് സ്ഥലം പെട്ടോന്ന് പറഞ്ഞു. അതെന്ത് ആരപ്പം നിങ്ങൾ അടിച്ചതെന്നറിയാമെന്ന് ചോദിച്ചു. ഇന്നാള് സാറേ ഞങ്ങളവിടെ ഓടി. അടി കഴിഞ്ഞ് അടി കൊടുത്തിട്ട് വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബാറിൽ മറ്റവനെത്തി ശരിയായിട്ടുള്ള ടൂളുമായിട്ട്. അവധികുമാർ രക്ഷപ്പെട്ടു പോകുന്നു. ഇതാണ് ഇത് ഈ പേരിൻ്റെ മുകളിൽ പേടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പം കരീംലാല എന്നുള്ള വ്യക്തിനെ എനിക്കെന്ത് കരീംലാല എന്ന് നമ്മളറിയില്ലായിരുന്നു. പക്ഷെ പിന്നീടല്ലേ അറിയുന്നത്. അതുപോലെ തന്നെ വരദരാജ മുതലിയാർ, ഇവരൊക്കെ ബോംബെ വിറപ്പിച്ച് വെച്ചിരുന്ന വ്യക്തികളാണ്. അവിടെ നമ്മളെപ്പോലുള്ളൊരു 45 കിലോ വെയിറ്റുള്ള ഒരുത്തന് ഫൈറ്റ് ചെയ്ത് നിൽക്കാനും കോളർമാരായൻ്റെ ഗുണ്ടേനെ കോളറിൽ പിടിക്കാനും പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവനെ ആരാന്നുള്ളത് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പേടിപ്പിച്ചുകൊണ്ടാണ് ജനം. ഇന്നിപ്പോൾ ഇവിടെ ഗവൺമെൻറ് നിങ്ങളെയൊക്കെ അടിമകളാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേടിപ്പിച്ചിട്ട് വെച്ചിരിക്കുകയാണ്. പക്ഷേ സാറേ, അന്ന് വീട് വിട്ട് ഇറങ്ങി പോയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്നത്തെ മേജർ ഉണ്ടാവില്ലായിരുന്നു. ഇല്ല, അങ്ങനെയല്ലേ നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ടത്. കാരണം അന്ന് അച്ഛൻ്റെയും സപ്പോർട്ടുണ്ട് കേട്ടോ. കാരണം അതിൽ അച്ഛൻ എന്നും പറയായിരുന്നു പട്ടാളം എന്നുള്ളൊരു സംഭവം മൂപ്പർക്കുണ്ട്. അതെന്ന് വെച്ചാൽ ഞാൻ പഠിക്കാൻ മോശമാണ്, പഠിക്കില്ല. പക്ഷെ പിന്നീട് നമ്മൾ പഠിച്ച് ഓരോരോ ഗ്രാജുവേഷൻ ഇതൊക്കെ എടുക്കുന്ന സമയത്ത് അച്ഛൻ തന്നെ എന്താ, നീ എങ്ങനത് പാസ് ചെയ്തത്. അതാണല്ലേ ജീവിതം പലപ്പോഴും പലതും പഠിപ്പിക്കുന്നു. ആ പഠിപ്പിക്കലിനൊന്നായിരുന്നു അച്ഛനും അമ്മയും ഉള്ള സമയത്ത് കുട്ടികളത് യൂസ് ചെയ്യണം. അവരുടെ ആ കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അവർ യൂസ് ചെയ്തിട്ട് ആ അച്ഛൻ പൈസ ഉണ്ടാക്കും, നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ചെയ്യിപ്പിക്കും, എല്ലാം ചെയ്യും. പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ ആ സമയത്ത് ഉഴപ്പിയാൽ പിന്നീട് ചിലപ്പോൾ ഈ അച്ഛനും അമ്മയും ഉണ്ടാവില്ല. അപ്പോഴത്തേക്കും ജീവിതം മുഴുവൻ കയ്യിൽ നിന്ന് പോകും. എനിക്ക് അച്ഛനും അമ്മയും ഉള്ള സമയത്ത് തന്നെ എനിക്ക് ആ റിയലൈസേഷൻ വന്നു. അതാണ് പട്ടാളത്തിൽ ഇരുന്നുകൊണ്ട് പഠിപ്പ് തുടങ്ങി. പക്ഷേ എല്ലായിടത്തും ഒരു കോയിൻസിഡൻസ് ഉണ്ടായിരുന്നു. അതായത് ഇവിടുന്ന് ചാടി പോകുന്നതുകൊണ്ടാണ് പട്ടാളത്തിൽ ജോയിൻ ചെയ്യേണ്ടി വരുന്നത്. കുറച്ച് ജീവിതാനുഭവങ്ങൾ കിട്ടുന്നു. ആക്സിഡൻറ്റ് പറ്റുന്നതുകൊണ്ടാണ് നമുക്ക് പഠിത്തം വീണ്ടും തുടരാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് NSG എന്ന് പറയുന്നതിലേക്ക് വരുന്നതും സത്യത്തിലൊരു എന്താ പറയുക, അങ്ങനെ ഒരുപാട് കാലം മോഹിച്ചില്ല, പക്ഷേ അങ്ങനെ വന്ന് ചേരുന്നു. അതെങ്ങനെയാണെന്ന് ആ NSG കിട്ടിയതും ഞാൻ പോൾ വോൾട്ടറായിരുന്നു. അതെ. അപ്പം ഞങ്ങൾ നെഹ്റു സ്റ്റേഡിയത്തിൽ ഞാൻ ഷൈനി വിൽസൺ ഇതൊക്കെ ഞങ്ങൾ ആ ഒരു ബാച്ചുകളാണ്. ഇപ്പം ഇവിടെ മേഴ്സിക്കുട്ടിയുണ്ട്. അപ്പം ഇപ്പോഴും ഞങ്ങൾ കാണുമ്പോൾ സാജിൻ്റെ വൈഫ്. അപ്പം ഇവരെല്ലാം ആ ഒരു ബാച്ചിൻ്റെ സമയത്ത് ഞാനൊരു സെക്കൻഡ് ലെഫ്റ്റനൻ്റ് ഓഫീസർ അവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പോൾ വോൾട്ട് ചെയ്യുന്ന സമയത്താണ് അവിടെ DG NSG വേദ് മാർവയുടെ അങ്ങേരും സുബ്രഹ്മണ്യം സാറാണെന്ന് തോന്നുന്നു, അദ്ദേഹം സ്റ്റേഡിയത്തിൽ നടക്കാൻ വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റ് മറ്റേ ADC ആയിരുന്ന ആളൊരു BSF ആയിരുന്നു, ഗോംസ് എന്ന് പറയുന്നത്. അവനൊരു പോൾ വോൾട്ടറായിരുന്നു. അപ്പോൾ അവൻ ഇങ്ങനെ നോക്കിയിട്ട്, സാർ ആ ചാടുന്ന ഒരു പട്ടാള ഓഫീസറാണ്,
ലെഫ്റ്റനൻ്റാണ്, ഈസ് വെരി ടഫ്, ഫിറ്റ് ടു ബി ഇൻ NSG എന്ന് പറഞ്ഞു. അവനാണിത് പറയുന്നത്. അതെ. പക്ഷെ എനിക്കിത് അറിയില്ലായിരുന്നു. പിന്നീട് 2 കൊല്ലം കഴിഞ്ഞ് കോൺഗ്രസ് കാണുന്ന സമയത്താണ് പറഞ്ഞത്, അന്നത്തെ എൻ്റെ ഒരു വാക്കിലാണ് പേര് വന്നത്. നമ്മൾ അത് ശരി. അപ്പോൾ ഇതൊക്കെ നിമിത്തമാണ്. ഞാൻ വിളിച്ചാൽ അന്ന് ഞാനവിടെ പോളോട്ട് ചാടാൻ പോയില്ലായിരുന്നെങ്കിൽ, അപ്പോൾ എല്ലാറ്റിനും ഒരു ഡെസ്റ്റിനി ഉണ്ട്. നിങ്ങൾക്ക് വിധിച്ചത് നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങളിപ്പോൾ ഒരാൾ ചതിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊക്കെ എന്നെ ഒരാൾ വഞ്ചിച്ചു കഴിഞ്ഞാലും ഞാൻ ഇങ്ങനെ ഇരിക്കും, അത് എനിക്ക് വിധിച്ചിട്ടില്ല എന്നുണ്ട്. ഈ അത്ലറ്റിക്സിനുള്ളിലുള്ളത് അറിയായിരുന്നില്ലേ? അത്ലറ്റിക്സ് അറിയാമായിരുന്നു. ആ, അതറിയാം. എന്നുവെച്ചാൽ കല്യാണം കഴിഞ്ഞ ഉടനെ വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ മൊത്തത്തിൽ ഒരു കലാപരിപാടിയായിരുന്നു. കുറേ പെണ്ണുങ്ങള്. അപ്പൊ ഇത് ആരൊക്കെയാണ് നമുക്ക് കേട്ടിട്ടുണ്ട്, ഷൈനി വിൽസൺ ആൻഡ് കുറച്ച്. പക്ഷെ മെയിൻ ആൾക്കാർ റെയിൽവേ സ്റ്റേഷനിൽ പോയാലും കുറേ ഇങ്ങനെ ഓടി വരും. അത് കോമഡി പറഞ്ഞു. എല്ലാ സമയത്തും പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു കൂടെ എന്നാണ് പറഞ്ഞുതരാം. പറഞ്ഞ സ്ഥിതിക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ മറന്നിട്ടില്ല. അല്ല, അതിപ്പോഴും ഉണ്ട് കേട്ടോ. മറക്കില്ല. അത് എവിടെ പോയി നിന്നാലും ഉണ്ടാവും. നമ്മുടെ അടുത്ത് ആ ഒരു ക്ലോസ്നെസ് ഇല്ലാത്ത സമയത്ത്, ഇപ്പൊ പറഞ്ഞില്ലേ പല സമയത്ത് നമ്മളെ ഹഗ് ഒക്കെ ചെയ്യുന്നത്, നമ്മുടെ അടുത്ത് ഇല്ലാത്ത ക്ലോസ്നെസ് മറ്റൊരു അടുത്ത് കാണിക്കുമ്പോൾ നമ്മൾ എന്താ നമ്മുടെ അടുത്ത് ഇല്ലാത്തതെന്ന്, ആ ഒരു ഡിഫറൻസ് ഏതൊരു 30-ാം തീയതി കല്യാണം, ഡിസംബർ 30-ന് കല്യാണം, 7-ാം തീയതിയാണ് ഞങ്ങൾ ഹൈദരാബാദിൽ പോകുന്നത്. അവിടെ വെള്ളച്ചൻ പോസ്റ്റഡാണ്, അവിടെ ഞങ്ങളുടെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം 6-ാം തീയതി മറ്റും വന്നിറങ്ങി, കാലത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ട് നമ്മൾ ഹോട്ടലിൽ പോയിട്ട് ഉച്ചയ്ക്ക് മറ്റാണ് ട്രെയിൻ. ഈ പോകുന്ന സമയത്ത് സദേൺ റെയിൽവേസിൻ്റെ അത്ലീറ്റ്സ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ഒക്കെ ഉണ്ട്. അതിൽ ഷൈനി വർഗീസും ഉണ്ടായിരുന്നു, ജാവലിൻ ത്രോവർ. അവിടെ ഇപ്പോൾ കാലിക്കറ്റിലുണ്ട്. സോ ഞങ്ങളൊക്കെ അന്ന് സ്റ്റേഡിയത്തിലൊക്കെ ഭയങ്കര ഫ്രണ്ട്സ്. ഷൈനി വർഗീസും വേറെ 2-3, അപ്പോൾ ഇവരെല്ലാം ഓടി വന്ന് നമ്മളൊന്ന് കെട്ടിപ്പിടി, ആ എന്ന്. അപ്പോൾ നമ്മൾ ഇടാ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, ഓ ഇതിപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവരവരുടെ പാട്ട് പോയി. ഇവിടെ അപ്പത്തേക്കും ടിപ്പിക്കൽ. പക്ഷെ ഇവിടെ വിട്ടില്ല, അത് വരുമല്ലോ. അപ്പൊ ആ ഒരു പ്രായത്തിന്റെ ഒരു ഇമ്മച്യൂരിറ്റി. പക്ഷെ അത് എങ്ങനെ അത് നമുക്ക് മാറ്റാൻ പറ്റും? ഞാൻ പറഞ്ഞു, ഇനിയുള്ള ആൾക്കാർക്കൊക്കെ മാറിക്കഴിഞ്ഞു. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഇസ് വെരി ഡിഫറെന്റ് വൺ. പക്ഷെ അന്ന് മാറ്റാൻ പറ്റുന്നത് വെച്ചാൽ നമ്മൾ ആ ഒരു ബെറ്റർ ഹാഫിന്റെ അടുത്ത് കുറച്ചുകൂടെ നമ്മൾ അടുത്ത് പഴകി കഴിഞ്ഞാൽ അവൾക്ക് ഒരിക്കലും ആ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് വരില്ല. ഷീ ഈസ് വെരി ഫേം. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇവർ വീട്ടിൽ വന്നാൽ നമ്മുടെ അടുത്ത് കോൺവെർസേഷൻ ഒന്നും ഇല്ല. നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട് മതി ജീവിക്കുമ്പോൾ ഒറ്റയടിക്ക് നമ്മൾ നോക്കുമ്പോൾ കുറേ ക്ലോസ്നെസ്, ഫ്രണ്ട്സ്, കെട്ടിപ്പിടിക്കലൊക്കെ. അപ്പൊ ഇങ്ങനെ അറിയാം അല്ലേ ഇങ്ങൾക്ക്. ദാറ്റ് ഇസ് വെയർ ഐ സ്റ്റാർട്ട് കണക്ടിങ്. ഓക്കെ, ഹി നോസ് ടു ഷോ. ഞങ്ങൾക്ക് കിട്ടിയ ഹഗ് കൊടുത്താൽ മതിയായിരുന്നു, പ്രശ്നം തീർന്നു. അത് കുഴപ്പമില്ല, ഇനി കുറച്ച് കൂടുതൽ കൊടുത്താൽ മതി. യൂട്യൂബിൽ കാണുമല്ലോ. ഇപ്പൊ പരാതിയില്ല, ഇപ്പം പരാതിയേ ഇല്ല. യൂട്യൂബിൽ നിങ്ങൾ കാണില്ലേ? ഞാൻ ഏറ്റവും അധികം എൻജോയ് ചെയ്യുന്നത് എന്താണെന്ന് അറിയാം, ജലീനിയ. രണ്ടും കൂടിയുള്ള സ്റ്റേജിൽ വെൻ ഷീ ലുക്സ് അറ്റ് വേറെ ഏതെങ്കിലും പെണ്ണുങ്ങൾ വരുന്ന സമയത്ത് നോക്കുന്നു, ഭയങ്കര രസമാണത്. അസൂയ വന്നിട്ട് ഇവനൊരു നോട്ടമുണ്ട് ഇങ്ങനെ. ഞാൻ പറഞ്ഞു 2 പിള്ളേരെ ഇതൊക്കെ വളർന്നു പോയി. ഇപ്പോഴും എക്സ്പ്രസീവ് ആണ്. ഷീ ഈസ് വെരി എക്സ്പ്രസീവ്. അത് അവനെന്താ പറയുന്നത്, നമ്മുടെ അടുത്ത് അങ്ങനെയല്ല. നമ്മുടെ അടുത്ത് അക്സെപ്റ്റൻസ്, ഹി ഓൾവേസ് ഫീൽസ് ഇറ്റ്. ഐ ഫീൽ വെരി ഇൻസെക്യൂർ. പക്ഷെ ആ ഇൻസെക്യൂർ ആവേണ്ട വൈ വാസ് ഇറ്റ് because you never showed that. ഞാനിപ്പോ പറഞ്ഞ I'm not blaming him because it is all immaturity. ആ immaturity, ആ ഫേസ് കഴിഞ്ഞു പോണ ഒരു സ്ത്രീക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവും. ആസ് എ മാൻ he is been busy doing work. ഇതൊന്നും ചിന്തിക്കാനുള്ള സമയമില്ല. സോ നമ്മൾ ആ ഫേസ് കടന്ന് നമ്മൾ ഇപ്പോൾ ഒരു സ്റ്റേജിൽ വന്നു. Now the life is very beautiful. നമുക്കിപ്പോൾ എക്സ്പെക്ടേഷൻസും ഇല്ല, വിഷമവും ഇല്ല, സങ്കടവും ഇല്ല. ഓൾവേസ് ടു ബി ഹാപ്പി ബിക്കോസ് നമുക്കറിയാം എവ്രി വൺ ഹാസ് ഗോട്ട് എ ഡ്യൂട്ടി ടു ഡു ഇൻ ദർ ലൈഫ്.